നല്ല നല്ല പടമാണ്. നല്ല അടിപൊളി. ലാലേട്ടൻ നല്ല അടിപൊളി. നൈസ് മൂവി. ലാലേട്ടനെ നല്ലതുപോലെ പറ്റിയൊരു ക്യാരക്ടറും ഫിലിമും മൊത്തം ഡയറക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. വില്ലൻ ക്യാരക്ടറും എല്ലാ ക്യാരക്ടറും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് സ്കിൽ എല്ലാം അടിപൊളിയായിരുന്നു. പക്ക അടിപൊളി പടം. നല്ല രസമാണ്. എൻ്റെ അഭിപ്രായം നല്ലതായിരുന്നു. ലാലേട്ടനാണ് സൂപ്പറായിട്ട്. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് ഫീൽ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ ആക്ച്വലി ത്രില്ലിംഗ് ആണ്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വില്ലനായിരിക്കും. ഓ ആ നല്ല രീതിക്ക് തോന്നും. നല്ല രീതിക്ക് ദേഷ്യം വരും. അടിപൊളിയായിരുന്നു. കൊള്ളാം. നല്ല മൂവിയാണ്. തോന്നിയായിരുന്നു. നല്ലതായിട്ട് ചെയ്തേക്കുന്നത്. വില്ലനായാലും അത് ഓരോ കഥാപാത്രവും നല്ലതായിട്ട് ചെയ്തേക്കുന്നത്. മോഹൻലാൽ കലക്കിയിട്ടുണ്ട്. വില്ലനാണ് അതിനകത്ത് ഹൈലൈറ്റ്. ഇല്ല എന്ന് വെച്ചാൽ വില്ലൻ അത്രയും ഒരു പുതിയൊരു വില്ലനാണെങ്കിൽ പോലും അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പഴയ ലാലേട്ടനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി വില്ലൻ തന്നെ അടിപൊളി കൊടുക്കാം. സൂപ്പർ തോന്നി ദേഷ്യം വന്ന് നല്ല സൂപ്പർ. നല്ലായിരുന്നു. ലാലേട്ടനെക്കാട്ടിലും വില്ലൻ പൊളിയായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ വെച്ചാൽ ഇല്ലെന്ന് തോന്നുന്നു. മലയാളത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ മൂവി, ഫീൽ ഗുഡ് മൂവിയാണ്. മോഹൻലാലിൻ്റെ അടിപൊളി പെർഫോമൻസ് ആണ്. വില്ലനും നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, നന്നായി, നല്ലതാണ്. നമുക്ക് ആട്ടിച്ച് പറ്റിക്കാൻ തോന്നുന്നുണ്ട് വില്ലനെ കണ്ട. നല്ല മൂവിയാണ്. മോഹൻലാൽ ലാലേട്ടൻ പൊളിച്ചു. നല്ല ഇടയ്ക്ക് വെച്ചിട്ട് വില്ലൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും പുള്ളിയെ അടിക്കണം, പുള്ളിയെ ഇതാക്കണം എന്നൊക്കെ. പക്ഷെ അടിപൊളി, ഒന്നും പറയില്ല. നല്ല സിനിമയാണ് ബ്രോ. ഞാൻ രണ്ടാമത്തെ തൊട്ടാണ് വന്ന് കാണുന്നത്. ആക്ച്വലി ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ഒരു കുറേ കാലത്തിന് ശേഷം ഒരു മോഹൻലാൽ പടം 101% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പടമാണ്. ലാലേട്ടനെ കുറേ കാലത്തിന് ശേഷം അഭിനയം കംബാക്ക് ഒരു കുറേ കാലം ആഗ്രഹിച്ചൊരു സിനിമയാണ്. വില്ലൻ ഒരു രക്ഷയില്ല. നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വില്ലൻ. ആ വില്ലൻ്റെ പെർഫോമൻസും ബിനു പപ്പുവിൻ്റെ പെർഫോമൻസും കൊടുക്കുക രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്ന പെർഫോമൻസ്. ലാലേട്ടൻ്റെ കുറേ കാലത്തിന് ശേഷം മറ്റേ ആ ഒരു പെർഫോമൻസ് ഉണ്ട് ലാലേട്ടൻ്റെ. ആ ഒരു പെർഫോമൻസാണ് എന്നെ കൂടുതൽ ഞെട്ടിച്ചത്. അടുത്ത കാലത്തിന് ശേഷം എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒപ്പത്തിന് ശേഷം ഞാൻ അടുത്ത കാലത്ത് കണ്ട പെർഫോമൻസിൽ ഏറ്റവും ലാലേട്ടൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇതാണ്. രണ്ടാമത്തെ വട്ടമാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും അനിയനാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് കാണുന്നത്. നമ്മൾ ഇതുപോലെ തന്നെയാണ് ലാലേട്ടൻ പടത്തിന് വന്ന് കണ്ടുമുട്ടിയ ഇത് കൂട്ടുകാരായത്. രണ്ടാമത്തെ വട്ടമാണ് ഇതിപ്പം കാണാൻ വരുന്നത്. പിന്നെ അടുത്ത വട്ടം കുടുംബമായിട്ട് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അമ്മയും ഞാനുമായിട്ട് തന്നെയാണ്. റിപ്പീറ്റ് വാല്യൂ തന്നെയാണ്, വേറെ ലെവൽ. ഇത്രയും വർഷത്തിന് ശേഷം ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തം എന്ന് പറയാം. അത്ര ഹാപ്പിയാണ് ഈ പടം കണ്ടു. ഈ സിനിമയിൽ നടൻ്റെ പേര് മോഹൻലാൽ എന്നല്ലേ? അതിന് ഡൗട്ട് എന്തെങ്കിലും മുങ്ങിപ്പോകുന്ന ഡൗട്ടുണ്ടോ? അതൊന്നും മുങ്ങിപ്പോകത്തില്ല. എന്തായാലും ഈ പടം 2 മാസത്തോളം എന്തായാലും കാണും. അത് ഒരു ഡൗട്ടും വേണ്ട. സൂര്യയുടെ പടം കളക്ഷൻ കിട്ടിയാലും മോഹൻലാൽ പടം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പടം വന്നാൽ ഇവിടെ ആവൂലല്ലോ ബ്രോ. അങ്ങനെയൊന്നും തുടരും. മോഹൻലാൽ തുടരും. സിനിമയാണ്. ഒരു മോഹൻലാലിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് അഭിനയം എല്ലാം കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു സിനിമ. താങ്ക് യു. മോഹൻലാൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. നല്ല കഥയാണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, നല്ല കഥയാണ്. തുടരും. മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ തന്നെ കാണണം. ലാലേട്ടൻ ഒരു വില്ലനാണ്. ഇഷ്ടപ്പെട്ട മോഹൻലാൽ അഭിനയം ഇല്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. പടം അടിപൊളിയാണ്. അടിപൊളിയാണ്. മേക്കിംഗ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹാപ്പിയാണ്.